ആരാണ് ഐസ്ക്രീം കണ്ടുപിടിച്ചത്? ഐസ്ക്രീം, സോർബറ്റ്, മറ്റ് തണുത്ത പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉത്ഭവം കൃത്യമായി പറയാൻ പ്രയാസമാണ്. പക്ഷേ ചരിത്രം പുരാതന കാലത്തേക്ക് നീളുകയാണ്. കൂടുതൽ പേർ വിശ്വസിക്കുന്ന ഐതിഹ്യമനുസരിച്ച് പുരാതന ചൈനക്കാരാണ് ഐസ്ക്രീം കണ്ടുപിടിച്ചത്. മാർക്കോ പോളോ അത് ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നു. കാതറിൻ ഡി മെഡീസി അത് ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് തോമസ് ജെഫേഴ്സൺ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. എന്നിരുന്നാലും വേനൽക്കാലത്തെ പ്രിയപ്പെട്ട തണുത്ത പാലുൽപ്പന്നത്തെക്കുറിച്ചുള്ള സത്യം കൃത്യമായി പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. BC 4000-ലെങ്കിലും ഐസ് പാനീയങ്ങളും മധുരപലഹാരങ്ങളും നിലവിലുണ്ട്. മെസപ്പൊട്ടാമിയൻ വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ യൂഫ്രട്ടിസ് നദിക്കരയിലെ പ്രഭുക്കന്മാർ ഐസ് ഹൗസുകൾ നിർമ്മിച്ച കാലം മുതൽ BC 5-ാം നൂറ്റാണ്ടിൽ ഏതൻസിലെ തെരുവുകളിൽ വീഞ്ഞ് തണുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന മഞ്ഞ് വിറ്റിരുന്നു എന്നുവരെ അറിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിസ്മയിച്ചു പോകും. അതേസമയം റോമൻ ചക്രവർത്തിയായ നീറോ, അദ്ദേഹം AD 37 മുതൽ 67 വരെയാണ് ഭരിച്ചത്. അദ്ദേഹം തേൻ ചേർത്ത ഐസ് ലഘുഭക്ഷണങ്ങൾ ആസ്വദിച്ചിരുന്നു. ചൈനയിലെ ടാങ് രാജവംശത്തിൽ നിന്നുള്ള സ്രോതസ്സുകൾ പ്രകാരം ഐസ് ചെയ്തതും കർപ്പൂരം ചേർത്തതുമായ എരുമപ്പാലിൽ നിന്ന് നിർമ്മിച്ച മധുരപാനീയത്തെക്കുറിച്ച് വിവരിക്കുന്നു. ടർക്കിഷ് ഷെർബറ്റ്. ഇസ്ലാമിക ലോകത്തും തണുപ്പിച്ച പാനീയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ഷെർബറ്റ് എന്ന ഇംഗ്ലീഷ് പദം മധുരമുള്ള പാനീയങ്ങളുടെ ഒരു വിശാലമായ വിഭാഗത്തെ സൂചിപ്പിക്കുന്ന ടർക്കിഷ് പദത്തിൽ നിന്നാണ് വന്നത്. പലപ്പോഴും സംഭരണശാലകളിൽ നിന്നുള്ള മഞ്ഞുപയോഗിച്ച് തണുപ്പിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ശീതീകരിച്ച സിറപ്പിൽ വെർമസിലി നൂഡിൽസിൻ്റെ ഒരു പേർഷ്യൻ വിഭവമായ ഫലൂദ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാർ അച്ചുകളിൽ മരവിപ്പിച്ച ബാഷ്പീകരിച്ച പാൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ക്വാസി ഐസ്ക്രീമായ കുൽഫി ആസ്വദിച്ചിരുന്നു. കുൽഫിയുടെ ആദ്യത്തെ സ്ഥിരീകരിച്ച രേഖകൾ യൂറോപ്പിലെ ഫ്രോസൺ സർബത്തുകളുടെയും ഐസ്ക്രീമുകളുടെയും ആദ്യകാല തെളിവായി ഏതാണ്ട് സമകാലികമാണ്. രണ്ട് സാഹചര്യങ്ങളിലും ഈ മുന്നേറ്റം സാധ്യമാക്കിയത് ഉപ്പുമായി കലർന്ന ഐസ് ഒരു എക്സോതെർമിക് അഥവാ താപമോചക രാസപ്രവർത്തനത്തിന് കാരണമായി. ഇത് സാധാരണ വെള്ളത്തേക്കാൾ വളരെ കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റുള്ള ചൂട് വലിച്ചെടുക്കുന്ന ഒരു സ്ലറി സൃഷ്ടിച്ചു. എക്സോതെർമിക് ഉപ്പുവെള്ളത്തിൽ മുക്കിയാൽ വിവിധ ദ്രാവക മിശ്രിതങ്ങളിൽ ഐസ് പരലുകൾ എളുപ്പത്തിൽ രൂപം കൊള്ളുന്നു. വലിയ ഐസ് പരലുകൾ രൂപപ്പെടുന്നത് തടയാൻ പതിവായി ഇളക്കിയപ്പോൾ സ്കൂപ്പ് ചെയ്യാൻ കഴിയുന്ന തണുത്തുറഞ്ഞ ഒരു നുരയുണ്ടായി. ഇറ്റാലിയൻ ഐസുകൾ. ആദ്യത്തെ യൂറോപ്യൻ ഐസ്ക്രീമുകളും വാട്ടർ ഐസുകളും അതായത് ഷെർബറ്റുകളും 1600-കളുടെ തുടക്കത്തിൽ ഇറ്റലിയിൽ നിർമ്മിച്ചിരിക്കാം. കൗമാരക്കാരിയായ കാതറിൻ ഡി മെഡിസി ഫ്ലോറൻസിൽ നിന്ന് ഫ്രാൻസിൻ്റെ രാജ്ഞിയായി മാറിയതിന് ഒരു നൂറ്റാണ്ട് ശേഷം. വാട്ടർ ഐസ് മധുരപലഹാരങ്ങളുടെ വിവരണങ്ങൾ 1620-കളിലാണ്. നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ അവ പാരീസ്, ഫ്ലോറൻസ്, നേപ്പിൾസ്, സ്പെയിൻ എന്നിവിടങ്ങളിലെ വിരുന്നുകളുടെ ഒരു സവിശേഷത തന്നെയായിരുന്നു. 1672-ൽ ഇംഗ്ലീഷുകാരനായ ഏലിയാസ് അഷ്മോൾ ഒരു വിരുന്നിൽ ചാൾസ് രണ്ടാമൻ രാജാവിന് ഒരു പ്ലേറ്റ് ഐസ്ക്രീം വിളമ്പിയതായി രേഖപ്പെടുത്തി. 1694-ൽ നെപ്പോളിയൻ്റെ കാര്യസ്ഥനായ അന്റോണിയോ ലാറ്റിനി കാൻറ്റി ചെയ്ത മത്തങ്ങ ചേർത്ത പാൽ സോർബറ്റിനുള്ള ഒരു പാചകക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ജോർജ് വാഷിങ്ടൺ ഐസ്ക്രീം വിളമ്പി. യൂറോപ്യൻ കോളനിവാസികളുമായി അറ്റ്ലാന്റിക് കടന്ന് 1744-ൽ തന്നെ കൊളോണിയൽ മേരിലാൻഡിലെ പ്രഥമ വനിത ഐസ്ക്രീം വിളമ്പി. അതായത് 1744-ൽ മേരിലാൻഡിൽ ആദ്യമായി ഐസ്ക്രീം വിളമ്പിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്ത ഡാൻഡ്രിഡ്ജ് കസ്റ്റിസ് വാഷിങ്ടൺ പിന്നീട് മാർത്ത വാഷിങ്ടൺ എന്ന് അറിയപ്പെട്ടു. അവർ അത് വിളമ്പിയതോടെയാണ് അത് സംഭവിച്ചത്. ജോർജ് വാഷിങ്ടണിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ തൻ്റെ ആദ്യ ഭർത്താവ് ഡാനിയേൽ പാർക്ക് കസ്റ്റിസിനൊപ്പം താമസിച്ചിരുന്നു. മൗണ്ട് വെർണോണിൻ്റെ ചരിത്ര വിവരണങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു വിപ്ലവകരമായ സംഭവമൊന്നുമില്ലെങ്കിലും കോളനിയിൽ യൂറോപ്യൻ പാചക രീതികൾ നേരത്തെ തന്നെ സ്വീകരിച്ചതായി ഇത് സൂചിപ്പിക്കുന്നു. 1784-ൽ മൗണ്ട് വെർണോണിലെ തൻ്റെ എസ്റ്റേറ്റിനായി ജോർജ് വാഷിങ്ടൺ ഒരു മെക്കാനിക്കൽ ഐസ്ക്രീം മേക്കർ വാങ്ങി. അതേ വർഷം തന്നെ പാരീസിൽ നയതന്ത്രജ്ഞനായിരിക്കെ തോമസ് ജെഫേഴ്സൺ ഫ്രഞ്ച് ഐസ്ക്രീമിനോട് അഭിരുചി വളർത്തിയിരിക്കാം. പ്രസിഡൻ്റായിരിക്കെ ജെഫേഴ്സൺ എക്സിക്യൂട്ടീവ് മാൻഷനിൽ കുറഞ്ഞത് 6 തവണയെങ്കിലും ഐസ്ക്രീം വിളമ്പി. ധാരാളം കുറിപ്പുകളുടെയും എഴുത്തുകളുടെയും
ജീവിതകാലത്ത് ജെഫേഴ്സൺ 10 പാചകക്കുറിപ്പുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൽ ഒന്ന് മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത ഫ്രഞ്ച് ശൈലിയിലുള്ള വാനില ഐസ്ക്രീമിൻ്റേതായിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അമേരിക്ക ഐസ്ക്രീം നവീകരണത്തിൻ്റെ കേന്ദ്രമായിരുന്നു. 1874 ഒരു ഫിലാഡൽഫിയ ഫാർമസിസ്റ്റ് ആദ്യത്തെ ഐസ്ക്രീം സോഡ മിക്സ് ചെയ്തു. ഐസ്ക്രീം സൺഡേ 1881 ആരംഭിച്ചതാണ്. നിരവധി മിഡ് വെസ്റ്റേൺ ടൗണുകൾ അതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ സ്ഥലമാണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ട്. ഞായറാഴ്ച സോഡാപാനീയങ്ങൾ വിൽക്കുന്നത് നിരോധിച്ച നീല നിയമങ്ങൾ, അതിൽ നിന്നാണ് ഇതിൻ്റെ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അതായത് ബ്ലൂ ലോ. 1880കളിൽ മിൽക്ക് ഷേക്കുകൾ ഒരു ആരോഗ്യപാനീയമായി പ്രചരിച്ചു. അത് ജനപ്രിയമായ സമയത്ത് തന്നെയാണ് ആദ്യത്തെ ഭക്ഷ്യയോഗ്യമായ ഐസ്ക്രീം കപ്പുകൾക്ക് പാറ്റന്റ് ലഭിച്ചത്. ഈ ബ്ലൂ ലോ എന്ന് മുകളിൽ സൂചിപ്പിച്ചല്ലോ, അതായത് നീല നിയമം എന്താണെന്ന് വെച്ചാൽ, നിർദ്ദിഷ്ട ദിവസങ്ങളിൽ സാധാരണയായി പാശ്ചാത്യ ലോകത്ത് ഞായറാഴ്ചകളിൽ ചില പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതോ നിരോധിക്കുന്നതോ ആണ് ഈ നീല നിയമങ്ങൾ. മതപരമായ കാരണങ്ങളാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആരാധനാ ദിനം ആചരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ആദ്യം സ്വീകരിച്ചത്. 1904 സെൻറ്റ് ലൂയിസ് വേൾഡ്സ് ഫെയറിൽ അവതരിപ്പിച്ചപ്പോൾ വാഫിൾ കോൺ പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നു. 1923 പോപ്സിക്കിളിന് പേറ്റന്റ് ലഭിച്ചു. 1930കളുടെ മധ്യത്തിലാണ് ആദ്യത്തെ സോഫ്റ്റ് സെർവ് ഐസ്ക്രീം വികസിപ്പിച്ചതെന്ന് ഡയറി ക്യൂനും അവകാശപ്പെടുന്നു. അതേസമയം ഫ്രോസൺ യോഗർട്ട് 1970കളിൽ വളരെ വൈകിയാണ് അവതരിപ്പിച്ചത്. ഇന്ന് ഐസ്ക്രീമും അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും ലോകമെമ്പാടും അറിയപ്പെടുന്നതും വളരെ ഇഷ്ടപ്പെടുന്നതുമാണ് ജനങ്ങൾ. അന്റാർട്ടിക്കയിലേക്ക് പോലും, ഈ തണുപ്പുള്ള അന്റാർട്ടിക്കയിലേക്ക് പോലും ഐസ്ക്രീം ഇറക്കുമതി ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നോ പറയുമ്പോൾ ഐസ്ക്രീമിനോടുള്ള ജനങ്ങളുടെ താല്പര്യം നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്റാർട്ടിക്കയിൽ മക്മർഡോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞർക്ക് വേണ്ടി ഒരു ഫ്രോസ്റ്റി ബോയ് സോഫ്റ്റ് സെർവ് മെഷീനുണ്ട് എന്നത് ഐസ്ക്രീമിനോടുള്ള താല്പര്യത്തിൻ്റെ രസകരമായ ഒരു കാര്യമാണ്. ബാബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് തുടങ്ങിയ മുഗൾ ചക്രവർത്തിമാർക്ക് റെഫ്രിജറേറ്ററുകൾ ഇല്ലാതെ തന്നെ ഐസ് എങ്ങനെ ലഭിച്ചിരുന്നു? 1500കളിൽ മുഗളന്മാർ ഇന്ത്യയെ ആക്രമിച്ചു. ഏകദേശം 300 വർഷം അവർ രാജ്യം ഭരിച്ചു. മുഗളന്മാർ അവരുടെ മനോഹരമായ നിർമ്മിതികൾക്കും രസകരമായ ഹോബികൾക്കും പേരുകേട്ടവരായിരുന്നു. അവരുടെ ഭരണകാലത്ത് മുഗളായി ഭക്ഷണവും ഇന്ത്യയിൽ പ്രചാരത്തിലായി. മുഗൾ ചക്രവർത്തിമാർ രുചികരമായ ഭക്ഷണവും ഐസ്ക്രീമും കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ബാബർ, ജഹാംഗീർ മുതൽ ഷാജഹാൻ വരെയുള്ള മുഗൾ ചക്രവർത്തിമാരെല്ലാം ഐസ്ക്രീമുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ റെഫ്രിജറേറ്ററുകൾ ഇല്ലാതെ അവർ എങ്ങനെയാണ് ഐസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം തണുപ്പിച്ചിരുന്നത്? സാങ്കേതിക പരിമിതികൾ ഉണ്ടായിട്ടും മുഗളന്മാർക്ക് അപ്പോഴും വിഭവസമൃദ്ധമായ രീതികളിലൂടെ ഐസ് ലഭിക്കാൻ കഴിഞ്ഞുവെന്നത് വളരെ കൗതുകകരമാണ്. മുഗൾ കാലഘട്ടത്തിലെ വേനൽക്കാല ഭക്ഷണപാനീയ സംരക്ഷണ രീതികളിൽ ഐസ് ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് അവർക്ക് എങ്ങനെ ഐസ് ലഭിച്ചുവെന്ന് നമുക്ക് നോക്കാം. ആ കാലഘട്ടത്തിൽ ഹിമാലയത്തിലെ തണുത്തുറഞ്ഞ തടാകങ്ങളിൽ നിന്നും നദികളിൽ നിന്നും ഐസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരുന്നു. കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഗർവാൾ തുടങ്ങിയ തണുത്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഐസ് ശേഖരിച്ചിരുന്നു. ശൈത്യകാലത്ത് ഐസ് ശേഖരിച്ച് വേനൽക്കാലം വരെ സൂക്ഷിച്ചിരുന്നു. ഹുമയൂണിൻ്റെയും അക്ബറിൻ്റെയും ഭരണകാലത്ത് യമുന നദിയിലൂടെ പ്രത്യേകം നിർമ്മിച്ച വഴികളിലൂടെയാണ് കാശ്മീരിൽ നിന്ന് ഐസ് ഡൽഹിക്ക് കൊണ്ടുപോയത്. വലിയ ഐസ് കട്ടകൾ വളരെ കാലം സംരക്ഷിക്കുന്നതിനും സംഭരിക്കുന്നതിനുമായി മുഗളന്മാർ പ്രത്യേക ഭൂഗർഭ ഐസ് ഹൗസുകൾ നിർമ്മിച്ചു. ഉരുകുന്നത് തടയാൻ ഹെവി ഇൻസുലേറ്റഡ് ഭൂഗർഭ അറകളിലോ നിലവറകളിലോ ഐസ് സൂക്ഷിച്ചിരുന്നു. പലപ്പോഴും ചാരത്തിലോ തുണിയിലോ പൊതിഞ്ഞാണ് ഐസ് ഉരുകാതെ സൂക്ഷിച്ചിരുന്നത്. ഡൽഹി, ആഗ്ര, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മുഗൾ ചക്രവർത്തിമാർ ഈ ഭൂഗർഭ ഐസ് ഹൗസുകൾ നിർമ്മിച്ചു. ജഹാംഗീർ തൻ്റെ പുസ്തകമായ തുസുഫ്-ഇ-ജഹാംഗീരിയിൽ ഐസിൻ്റെ സംഭരണത്തെയും അതിൻ്റെ രാജകീയ ഉപയോഗത്തെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുരാതന ഇന്ത്യയിൽ ഡിസംബർ, ജനുവരി തുടങ്ങിയ മഞ്ഞുകാലത്ത് ആഴം കുറഞ്ഞ പാത്രങ്ങളിലെ വെള്ളം രാത്രിയിലെ തണുത്തുറഞ്ഞ താപനിലയിലേക്ക് ഐസാകാൻ തുറന്നു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആബ്ദാറുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക വ്യക്തികളെ ഈ ഐസ് പരിപാലിക്കുന്നതിനും കൊട്ടാരങ്ങളിലെ അടുക്കളകളിലേക്ക് കൊണ്ടുപോകുന്നതിനും ചുമതലപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു.